നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം മുഴുവൻ മഴ തകർത്തു പോയതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഈ പറയുന്ന പോലെ മഴയില്ല. മഴയില്ലെന്ന് മാത്രമല്ല, സാമാന്യം ഭേദപ്പെട്ട വെയിലും ഉണ്ട്. അതെ, അത്യാവശ്യം വെയിലും ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിനും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കെടുതി ആലപ്പുഴയ്ക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഇത് ശരിക്കും ഈ 3 ജില്ലകളെ ശരിക്കും തകർത്തെറിഞ്ഞു. ഏതാണ്ട് ഒരു 2018 സമാനമായിട്ടുള്ള ഒരു പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രാദേശിക തലങ്ങളിൽ ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 4 പേരോളം മരിച്ചു. അതാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന പല പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ മേഖലകളെല്ലാം വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ മഴയ്ക്കെല്ലാം രൗദ്ര സ്വഭാവമാണ്. ഇത് എന്താണ്, ഇത് വെറും മഴയല്ല, ഇത് മറ്റെന്താണ്, മേഘവിസ്ഫോടനമാണ്. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയും. ഈ മേഘവിസ്ഫോടനത്തെക്കാൾ ഉപരി ഒരു മഴ പെയ്താൽ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞു വീഴും എന്നുള്ളത്. അത്രയ്ക്ക് ലോലമായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ ഭൂമി എന്നുള്ളത്. അല്ല, മാത്രമല്ല, ഇത് പലതും നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ആകെ ഈ സർക്കാർ പല പല കേരളം ഭരിച്ച സർക്കാരുകളെല്ലാം കെട്ടിടം നിർമ്മിക്കാനും ഡാം ഉണ്ടാക്കാനും അതല്ലെങ്കിൽ മറ്റേ എന്താണ് ഈ പാറ പൊട്ടിക്കാനും എല്ലാം അനുമതി കൊടുത്തില്ലേ? ശരിക്കും പറഞ്ഞാലേ കേരളത്തിന്റെ പ്രകൃതി നശിപ്പിച്ചളഞ്ഞ എല്ലാവരും കൂടെ ചേർന്ന്. അതിപ്പോ നമുക്കറിയാം, ഇവരെ 5 വർഷം കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5 വർഷത്തോടടുപ്പിച്ച് ഇവിടുത്തെ ഈ ക്വാറികളുടെ ഖനനാധിപതി പിൻവലിച്ചിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് എടുക്കാറായ സമയത്ത് നിരത്തിപ്പിടിച്ച് റെഡ് സോൺ എന്നോ യെല്ലോ സോൺ എന്നോ ഒന്നുമില്ലാതെ മൊത്ത സ്ഥലത്തും ക്വാറിക്ക് അനുമതി. ഈ ക്വാറിക്ക് അനുമതി കൊടുത്താൽ ഒരു രാഷ്ട്രീയക്കാരനെ എതിർക്കാനും വരില്ല, ആര് ഭരിച്ചിരുന്നാലും. കാരണം എല്ലാവർക്കും ഒരു വിധം കൊടുക്കുന്നതുകൊണ്ട് ആരും എതിർക്കാൻ പറ്റില്ല. അല്ല, നേരത്തെ ഏതാണ്ട് 500 മീറ്റർ 700 മീറ്റർ ആയിരുന്ന ഈ ഖനന പരിധി ഉണ്ടല്ലോ, ഇത് 50 മീറ്റർ ആക്കി ചുരുക്കി. അതായത് ഈ 50 മീറ്ററിനുള്ളിൽ വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും ആകരുതെന്നുള്ളത്. അതിനിപ്പം അത് എന്തിനാണെന്നറിയാം. ആ റേഡിയസ് അങ്ങനെ ആക്കിയത് ഈ 700 മീറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ, അല്ലെ 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വീടുകൾ. അപ്പോൾ അവർ പരാതിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കിട്ടാതെ പോകും. ഇത് ഈ 50 മീറ്റർ ചുറ്റളവിലാക്കി കളഞ്ഞാലുള്ള കുഴപ്പം, ഇതിനകത്ത് വരുന്ന 1-2 വീടായിരിക്കും. ആ വീടും പറമ്പും കൂടി ഇവരിങ്ങ് മേടിക്കും. അങ്ങനെയാണ് അവരുടെ രീതി. ക്വാറി ഉടമകൾ ഇതങ്ങ് മേടിച്ചിട്ട് അവരവിടെ ധൈര്യപൂർവ്വം പാറ പൊട്ടിക്കും. പക്ഷെ ഇത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിന്റെ ആഘാതം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ പാറയുടെ മാത്രം ആഘാതമല്ല വരുന്നത്, ഇത് പൊട്ടിക്കുന്നതിന്റെ ആഘാതം മാത്രമല്ല, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിനെക്കാട്ടി വലിയ പ്രശ്നമല്ലേ. ഇത്രയും വണ്ടികൾ ഞാൻ കുറച്ചാളും ഒരിക്കലും ആരനാട് അപ്പുറത്തൊരു സ്ഥലത്ത് ഗ്യാസിന്റെ സിലിണ്ടർ എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ പോകുന്ന വഴിയിൽ ക്വാറിയാണെന്നുണ്ട്. എത്ര ടോറസ് ലോറികളാണെന്നറിയാം അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്, വരികയോ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇതിന് അളവിൽ കൂടുതൽ ഇവർ കയറ്റും. ഇപ്പൊ ഈ അളവിൽ കൂടുതൽ കയറ്റും എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഇതിന്റെ ഒരു കൊണ്ടുപോകുന്നതിനുള്ള ഇതിന്റെ ഈ ലോറിയുടെ ബാക്കിൽ ഒരു പരിധി ഉണ്ടല്ലോ, ഇവർ ഇതിന് മേളിൽ ഉയരം കൂട്ടും. എന്നിട്ട് ഇവർ പോരുന്ന വഴിക്ക് ഈ ലോറികൾ പിടിച്ചിട്ട് ഒരു 500 രൂപ വീതം പെറ്റി അടിച്ച് അവരങ്ങ് വിടത്തേ ഉള്ളൂ. ശരിക്കും ഇത് വെയിങ് മെഷീനിൽ കൊണ്ടുപോയി വെയ് ബ്രിഡ്ജിൽ തൂക്കി നോക്കിയാൽ 10,000 പെനാൽറ്റി അടിക്കാവുന്ന, ലോഡ് അവിടെ ഇറക്കിച്ചിട്ട് വിടാവുന്ന, ഇവനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്നറിയോ, ഇങ്ങനെ റോഡ് മുഴുവൻ ഇവർ ഇറങ്ങി നിൽക്കും. ഈ വരുന്നവർക്കെല്ലാം 500 രൂപ വീതം കൊടുത്ത് ഇവർ ഒന്ന് MVD അല്ലെങ്കിൽ പോലീസ് ഇത് പിടിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണ്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെയും മഴയുടെയും ഋതുക്കളുടെയും ഒക്കെ സ്വഭാവം മാറി, കാലം പുനർനിർണ്ണയിക്കേണ്ട വരുന്ന. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ അന്ന് മഴ പെയ്തിരിക്കും. അതെ, അത് അന്ന് ഇടവപ്പാതി രാവിലെ, ഈ തുലാവർഷം വൈകുന്നേരത്ത് ഒന്നാണ്. അതെ, അങ്ങനെ തന്നെ തുലാവർഷത്തിന് ഈ ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയുണ്ട്. ഏറ്റവും അപകടകാരിയായ മഴ എന്ന് പറയുന്നത് തുലാവർഷമാണ്. കാരണം ഈ ഇടിയും മിന്നൽ എന്ന് പറഞ്ഞാൽ ആ മിന്നലേറ്റ് ഒരു തുലാവർഷ സീസണിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 10 പേരെങ്കിലും മരിക്കാറുണ്ട് ഈ ഒരു ഇടി. പിന്നെ നമ്മൾക്ക് നാശനഷ്ടങ്ങൾ, മരം വീണ് വീട് തകരുക, ഈ പറയുന്ന വീടിലെ വൈദ്യുതി സംവിധാനം മുഴുവൻ തകരുക. പക്ഷെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ട് ഇപ്പോൾ കാലവർഷം എന്നുള്ളത് നമുക്കിവിടെ സത്യത്തിൽ തുടങ്ങുന്നത് ഈ ഓഗസ്റ്റിലാണ്. അതെ, നമ്മൾ പലപ്പോഴും നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണത്. ഈ കാലവർഷം ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റിലാണ്. ഇപ്പം ഓണത്തിന് മഴയാണ് എന്നുള്ളതാണ്. അത് ആ പണ്ടത്തെ കാലവർഷത്തിനൊരു ഭംഗിയുണ്ട്, തോരാ മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. അതെ, ഈ അപകടമില്ല. അത് ഇമാതിരിയുള്ള 10 മിനിറ്റ് കൊണ്ട് ഒരു ഒറ്റ പെയ്യൽ പെയ്ത് നമുക്ക് ഇപ്പം മഴയ്ക്ക് സമയം കുറവാണ്. നേരത്തെ ഒരുപാട് മണിക്കൂർ സാധാരണ പെയ്യുന്ന മഴ
ഒരൊറ്റ അടി അങ്ങ് ഫുൾ പോർഷൻ അങ്ങ് വരെയാണ്. അന്നത്തെ മഴയെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുള്ളിയായിട്ട് പെയ്ത് നിൽക്കും. അതാണ് ഈ മഴ തുള്ളി വാടി വരും എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുള്ളി നിൽക്കും. ഇപ്പൊ ഹൈറേഞ്ചിലൊക്കെ ആണെങ്കിൽ നൂല് മഴ എന്ന് പറയും, 40-ാം നമ്പർ മഴ എന്നൊക്കെ പറയും. അപ്പൊ ഇത് അങ്ങനെ നിന്നിട്ടാണ് 3-4 ദിവസം ഇങ്ങനെ നിർത്താതെ പെയ്തിട്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നലെ രാത്രിയിൽ 12 മണിക്ക് തുടങ്ങിയ മഴ ഇന്ന് വെളുപ്പിന് 2 മണി ആയപ്പോഴത്തേക്ക് റാന്നി മുങ്ങി. പിന്നെ കോന്നിയിൽ വെള്ളം കയറുന്നു, റാന്നിയിൽ വെള്ളം കയറുന്നു, കോട്ടയത്ത് കയറുന്നു, മണിമല കയറുന്നു, പൂഞ്ഞാറ്റില്, ഇടുക്കിയിൽ മൊത്തം ഈ നാട് നീളെ ഉരുൾ, ചിറ്റാറിൽ ഉരുൾ പൊട്ടുന്നു, തൂമ്പാക്കുളം പത്തനംതിട്ട പൊട്ടുന്നു, ഈ പറയുന്ന കൂട്ടിക്കല്, അതുപോലെ പൂഞ്ഞാറില് മേഖലയിലൊക്കെ എല്ലാം വ്യാപകമായിട്ട് ഉരുള് പൊട്ടുന്നു. അതായത് ഈ മഴയെ താങ്ങാനുള്ള ശക്തി നമ്മുടെ ഈ മലയോരത്തിന് ഇല്ല. സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. ഇത് പണ്ടൊക്കെ നമ്മൾ പറയും മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തുന്ന മരങ്ങളാണ്. നമ്മളൊക്കെ സയൻസിലും സോഷ്യലിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതാരും വക വെച്ച് തരികയില്ല. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഉടൻ ഇതിനകത്ത് ഒരുപാട് പ്രാദേശിക ചരിത്ര ഗവേഷകരും സയന്റിസ്റ്റും ഒക്കെ വന്ന് നമ്മളെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. പാറ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാറ. ഇതിലൊക്കെ രസം, ഇന്നിപ്പം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇന്ന് മാത്യു ടി തോമസിന്റെ ഇന്നത്തെ വെള്ളപ്പൊക്കം ഡാം തുറന്നു വിട്ടിട്ടല്ല കേട്ടോന്ന്. മുൻ മന്ത്രിയായിരുന്നു മാത്യു ടി തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൊങ്കാലയാണ്, അടിയിൽ പൊങ്കാലയാണ്. ഡാം തുറന്നു വിടണമെന്നില്ല, ഇവരെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയ നമ്മുടെ പ്രകൃതിയോട് കാണിച്ച ദ്രോഹത്തിന് കിട്ടിയ പ്രതിഫലമാണിത്. അതാണ് ഈ വെള്ളം എല്ലാം കൂടെ തങ്ങി നിൽക്കില്ല, ഇപ്പോഴും ഇങ്ങനെ പോരെയാണിത്. നമ്മൾ ഈ ശരിക്കും അടിമാലിയിൽ വലിയ പ്രശ്നമായിട്ടുണ്ട്. അടിമാലിയിൽ നിന്ന് അവിടെ എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അടിമാലിയിൽ നമ്മൾ നേരെ മൂന്നാർ പോകുന്ന റൂട്ട്, നമ്മൾ ഈ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വലിയ കുന്നുണ്ടല്ലോ, കുന്നല്ല മലയാണ്, വലിയ കുത്തനെയുള്ള മല, അതിന്റെ സൈഡിൽ ആരാണ്ട് കൊണ്ട് ഒട്ടിച്ചു വെച്ച പോലെയാണ് ഈ റിസോർട്ടുകൾ, ഫ്ലാറ്റുകൾ പോലത്തെ റിസോർട്ടുകൾ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്, ഇവിടെ ആ കുന്നിടിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പാടെ താഴോട്ട് പോകും. അത്ര ഇതായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ പരിസ്ഥിതി ലോലവും പരിസ്ഥിതി ദുർബലവും ഒക്കെ എന്ത് പെട്ടെന്നാണ് നിർമ്മാണത്തിന് ഉതകുന്ന വിധത്തിലേക്കാക്കി ഇവർ മാറ്റുന്നത്. എത്ര വലിയ പൈലടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ, എത്ര അടിത്തറ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അപ്പൊ അങ്ങനെ ഈ പരിസ്ഥിതിയെ മൊത്തം മുച്ചൂടും മുടിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം. 2, ഈ കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇപ്പൊ എല്ലാവരും പറയും ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം എൽ നീനോ ആണ്. പണ്ട് ഇതുപോലൊരു പേര് കേട്ടിട്ടുണ്ട്, ടൊർണാഡോ. എന്താണ് സംഭവിച്ചത്? പെരുമണിലെ ട്രെയിൻ മറിഞ്ഞത് അവിടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ഇതെല്ലാം ഊരി വെച്ചിരുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ എന്ത് സംഭവിച്ചു? ഇതിനെ നമ്മൾ അന്ന് പറഞ്ഞ പേരാണ് പെരുമണിലെ ദുരന്തത്തിന് കാരണം ടൊർണാഡോ. ഈ ടൊർണാഡോ ആരും അവിടെ കണ്ടിട്ടില്ല. ടൊർണാഡോ വരച്ചു വരെ കാണിച്ചു കൊടുത്തു, ടൊർണാഡോയാണ് കാരണം. എന്താണ് ഇത്? റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈസി ആയിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാം. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇല്ലല്ലോ. അല്ല, ഇന്നിപ്പോ അപകടങ്ങൾ കുറവല്ലേ, പണ്ടത്തെ പോലെ അപകടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൽനീനോ പ്രതിഭാസം. കറക്റ്റാണ്. കടുത്ത പ്രളയവും കടുത്ത വരൾച്ചയും ഉണ്ടാക്കുന്നതാണ് എൽനീനോ എന്ന് പറയുന്ന പ്രതിഭാസം. നമ്മളെ കുട്ടിക്കാലത്തെ ഈ വെള്ളപ്പൊക്കത്തിന് സഹായം ചോദിച്ചുകൊണ്ട് ബീഹാറിൽ നിന്നും അവിടെ നിന്നൊക്കെ ആൾ വരുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. അത് നമ്മളിപ്പോ സ്വയം അതിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ആൾക്കാർ മൊത്തം ഈ ഇതും കൊണ്ട് എഴുതിക്കൊണ്ട് വരും. ഇത് പറയുന്ന ഇവർ വരുന്ന മുഴുവൻ ഇവിടെ വെള്ളം കയറി എന്നും പറഞ്ഞാണ്. കാരണം ആ വെള്ളം വരുന്ന സമയത്താണ് ഈ ഭിക്ഷാടനമാവിയ, അന്നത്തെ ഭിക്ഷാടനമാവിയെ ഇറക്കി വിടുന്നത്. ഇത് ശരിക്കും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഈ വരുന്ന തമിഴ്നാട്ടുകാരും ആന്ധ്രയിലുള്ളവരും ഒക്കെ. അപ്പൊ അവര് കൊണ്ടുവരുന്നത് ഞങ്ങൾ ബീഹാറിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഡൽഹിയിലാണ്, അല്ലെ ബോംബെയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്താണെങ്കിലും ഇത് ഒരു വലിയ കാലാവസ്ഥാ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ഞാനിപ്പോ കഴിഞ്ഞ 10-35 വർഷമായിട്ട്, ഞാൻ നേരത്തെ നമ്മുടെ ഒരു ടോക്കിനകത്ത് പറഞ്ഞിരുന്നു, 10-35 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഇത് ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ജൂലൈ മാസത്തിലൊടുവിലും ഓഗസ്റ്റിലുമായിട്ടാണ് കേരളത്തിൽ മഴ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു, വലിയൊരു വിഭാഗത്തിന് വീട് നഷ്ടപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, പക്ഷിമൃഗാദികളെ നഷ്ടപ്പെടുന്നു. കർക്കിടകവാവിന് മഴയില്ല, പക്ഷെ തിരുവോണത്തിന് അന്ന് എല്ലാ മഴയായിരിക്കും. തിരുവോണത്തിനെന്നല്ല, അങ്ങനെ ഒരു സമയത്ത് മുഴുവൻ മഴയായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു മാറ്റമാണ് കാലാവസ്ഥയ്ക്ക് വന്നിരിക്കുക. അപ്പോഴും ഇപ്പോഴത്തെ മഴകളെന്ന് പറഞ്ഞാൽ ഏരിയ തിരിഞ്ഞാണ്. ഒരു പഞ്ചായത്തിൽ തന്നെ 3 സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. അതെ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും മഴയില്ല. അതാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ ഈസ്റ്റ് കോറിൽ പെരുമഴ, പട്ടത്ത് വന്നപ്പോൾ മഴയില്ല. എന്നാൽ ഞാൻ പറഞ്ഞ മഴയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഈ പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ പെയ്യുന്ന പോലുള്ള മഴ ഇവിടെ പെയ്യുന്നില്ല. നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോഴാണ് ഈ പത്തനംതിട്ട, ഈ തെക്കൻ ജില്ലകളിൽ മഴ പെയ്യുന്നത്.
വടക്കൻ ജില്ലകളിൽ എല്ലാ ദിവസവും മഴയാണ്. വയനാട്ടിൽ മിക്ക ദിവസവും കുറേ ദിവസം കൊണ്ട് സ്കൂളിന് അവധി നമ്മൾ വാർത്ത കൊടുക്കാറുള്ളതല്ലേ, നിരന്തരം മഴയാണെന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥ മാറി, മനുഷ്യന്റെ കയ്യിലിരിപ്പുണ്ട്, പിന്നെ പ്രകൃതിയുടെ മാറ്റമുണ്ട്. അതിന് ഈ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് മനുഷ്യന്റെ കയ്യിലുള്ള ഇരിപ്പൂടാകുമ്പോഴത്തേക്ക് ഇത് ഏകദേശം പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നേരത്തെ UDF മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നുന്നു MLA മാരെല്ലാം കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു ഗ്രീൻ ഒരു MLA മാർ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് അതിൽ ഒരു ആളായിരുന്നു എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ മുൻകൈ എടുത്ത്, അന്ന് വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ അവരെല്ലാം കൂടെ ചേർന്നതിന് മുൻകൈ എടുത്ത് ഇതിൻ്റെ അടിയന്തര പരിഹാരം കൊണ്ടിരിക്കണം. ഇവർ ദുരന്തം വന്ന് കയറിയിട്ടാണ് നമ്മൾ നേരിട്ട് ഇറങ്ങുന്നത്. നമുക്ക് ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്താറുമില്ല. ഇത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോണ ദുരന്ത ഫലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുമില്ല. നമ്മുടെ കേരളത്തിലെ മിക്ക സ്ഥലത്തും പാറയും മണ്ണും എല്ലാം പൊട്ടിച്ചു എടുത്തും ഒരു വഴിയാക്കി. അന്നൊന്നും ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. പക്ഷെ തമിഴ്നാടും ഇപ്പൊ ഇതിന്റെ വഴിയാണ്. അവിടുത്തെ വലിയ കൂറ്റൻ പാറകളെല്ലാം അവർ പൊട്ടിക്കാൻ തുടങ്ങി. ആ പാറ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പക്ഷെ അതിപ്പോ നിരോധിച്ചോളെ, കേരളത്തിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ നിരോധിക്കൂലല്ലോ, കാരണം നമ്മുടെ രാഷ്ട്രീയക്കാരോടത്തോളം കാലം ഇവിടെ കേരളത്തിലേക്ക് അത് കൊണ്ടുവരുന്ന നിരോധിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാല് തമിഴ്നാട് ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം അതുണ്ട്, ഹൈവേയും ഒക്കെ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടതിന്റെ 10 ഇരട്ടി സാധനമാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പൊ അതനുസരിച്ച് അവിടെ ഇതിന്റെ ഖനനം കൂടുകയാണ്. അങ്ങനെയുണ്ട് ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത്. പേടി സ്വപ്നമാണ്. ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലങ്ങൾ, അതായത് പൊടുന്നനെയാണ് വെള്ളം കയറുന്നത്. നോക്കി നിൽക്കുന്ന സമയത്താണ് വെള്ളം കയറുന്നത്. ആ വെള്ളം വരവിന് അപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടുള്ള മഴയാണ് കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്യുന്നത്. ഇത് പൊട്ടുന്നതെന്നുള്ളത് നമ്മൾ ഉരുൾ പൊട്ടുന്നത്. ഈ ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ അല്പസമയത്തേക്ക് മഴ പെയ്യുള്ളൂ. പക്ഷേ ഒരു 2 ദിവസം പെയ്യുന്ന മഴയുടെ എഫക്റ്റാണ് മിനിറ്റുകൾ കൊണ്ട് പെയ്തിറങ്ങുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എൽനിനോയി അല്ലെങ്കിൽ മറ്റേ ന്യൂനമർദ്ദം രൂപം കൊണ്ടുവന്നൊക്കെ പറയുന്നതിനൊക്കെ നമ്മൾ കാക്കണ്ട. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഭാവി തലമുറ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ തലമുറ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭാവി തലമുറ ഇതിലും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ മഴയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ബ്രിട്ടാസ് MP-യുടെ ഒരു വീഡിയോ പെർഫോമറായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ലോ മേക്കർ ആണെന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിനോട് സംസാരിച്ചത്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇവിടുന്ന് തുടങ്ങിയത് CJP-യുടെ വിഷയത്തിൽ തുടങ്ങിയത്. CJP-യുടെ വിഷയത്തിൽ അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ആണ് ഈ പറയുന്ന ഐഷി ഘോഷിന്റെ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട് ഡൽഹി പോലീസിനെ പിടിച്ചു നിർത്തി. നിങ്ങൾ യൂണിഫോം അത് ഉദ്യോഗസ്ഥയെ വിളിച്ചു നിർത്തി. നിങ്ങൾ എവിടെ, നിങ്ങൾ മഴ നനഞ്ഞെങ്കിൽ നിങ്ങൾ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് വരൂ, ലോ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിട്ട് പറഞ്ഞ് അദ്ദേഹം ഷൈൻ ചെയ്ത് ഇതിങ്ങനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്ന് തോന്നുന്നു അദ്ദേഹം രാജ്യസഭയിൽ നമ്മുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ രാജ്യസഭയെ വലിയ ആവേശത്തോടു കൂടി AIADMK-യുടെ ദൈവമായിട്ടുള്ള ജയലളിതയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെ അമ്മയെക്കുറിച്ച് പറയുകയാണ്. ആ സമയത്താണ് ബ്രിട്ടാസ് പുറകിൽ ഇരുന്നുകൊണ്ട് വിച്ചമ്മ എന്ന് ചോദിക്കുന്നു. 2-3 തവണയായിട്ട് കഴിയുമ്പോൾ ഈ തമ്പിദുരൈ ക്ഷമ കേട്ടിട്ട് യുവറമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ബ്രിട്ടാസിന്റെ തള്ളയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ആഘോഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇല്ലായിരുന്ന ബ്രിട്ടാസ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് തള്ളയ്ക്ക് വിളിയും കേട്ടിട്ട് ചമ്മി വളിച്ച മോന്തയുമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ല. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തമ്പിദുരൈ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ചെറുപ്പക്കാരൊന്നുമല്ല, അത് നല്ല മുതിർന്ന ആളാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ അദ്ദേഹം മന്ത്രി MLA ഒക്കെ ആയിരുന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ വളരെ വർഷങ്ങൾ അദ്ദേഹം MP ആയിരുന്നു, കേന്ദ്ര മന്ത്രിയായിരുന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു, എനിക്ക് വ്യക്തമാണ്. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപക്ഷെ ഇദ്ദേഹം ആദ്യം MLA MP ആവുന്ന സമയത്ത് ബ്രിട്ടാസ് വല്ല സ്കൂളും പഠിക്കുകയാണോ എന്നുള്ളത് അത്ര സീനിയറാണ് അദ്ദേഹം. കണ്ട പ്രായം തോന്നിക്കുന്നല്ലേ. ഈ അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വികാരമാണ്. അതെ. അപ്പൊ ബ്രിട്ടാസ് വിചാരിച്ച് അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇനി മാതാ അമൃതാനന്ദമയി വല്ലതാണ്. മാതാ അമൃതാനന്ദമയെ കണ്ട ബ്രിട്ടാസിന് ചൊറിച്ചിലുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ചൊറിഞ്ഞതാണോ എന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും വളരെ സ്പീഡിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇദ്ദേഹം അവിടെ ഇരുന്ന് വിച്ചമ്മ യുവറമ്മ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. അത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ് പറഞ്ഞിട്ട്. അത് നമ്മുടെ പിണറായി വിജയനെ അനുസ്മരിപ്പിക്കുന്ന വിധം. പിണറായി വിജയൻ കോന്നിയിൽ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. പിണറായി വിജയൻ കോന്നി വലിയ കാര്യത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദിയിൽ നിന്ന് സദസ്സിൽ നിന്നുകൊണ്ട് ഒരു സഖാവ് ഒരു കാര്യം ചോദിക്കുക, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പിന്നെ പ്രസംഗിച്ച് വണ്ടി വിട്ടുപോയത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ബ്രിട്ടാസ് സ്റ്റാർ ആകാൻ പോയതാണ്.
പക്ഷെ ദുരന്ത കഥാപാത്രമായിട്ട് മാറി. ഇവിടുത്തെ ഇന്ന് ഇത്രയും വലിയ പ്രളയം നടക്കുന്നതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധാരണഗതിയിൽ നമ്മുടെ viral നാട്ടിൽ ഈ പാർലമെന്റ് reel. പ്രൊസീഡിങ്സ് ഒന്നും അങ്ങനെ ആദ്യം പേരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരാറില്ല. സംസദ് പക്ഷേ ഇത് TV. സംസദ് TV. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇദ്ദേഹം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും CPM സൈബർ സഹാക്കൾ എന്നെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ട് ആഘോഷിച്ചോളാൻ പറഞ്ഞാണ്. കാര്യം ഇത് അല്ലാതെ ആരും ശ്രദ്ധിക്കാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. എന്തായാലും ഇതൊരു ഗംഭീര സംഭവമായി. അദ്ദേഹം എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആകാൻ വേണ്ടി ഇങ്ങനെ ഉടുപ്പൊക്കെ തയ്പ്പിച്ച് ഇങ്ങനെ റെഡിയായിട്ട് മുഖ്യമന്ത്രി ആയിക്കൂടാന്നില്ല. പിന്നെ മാത്രമല്ല ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ധാർഷ്ട്യമില്ലാത്ത മനുഷ്യരോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരാളാണ്. നേതാവെന്ന് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല. താലത്തിൽ വെച്ച് കിട്ടിയ ആ പോസ്റ്റുകളാണ് ഇതെല്ലാം. അദ്ദേഹം വളരെ എക്സിക്യൂട്ടീവ് ലുക്കിൽ മാധ്യമപ്രവർത്തകൻ കളിച്ച് നടന്നു. അവസാനം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന വിധം പിണറായി വിജയൻ കൊടുത്ത ഒരു MP സ്ഥാനമാണ്. അതും കൊണ്ട് പോയി എന്തായാലും വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം പറയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ നമ്മൾ പാർലമെന്റിൽ എവിടെയാണെങ്കിലും നമ്മൾ ആരെയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഒരു സീനിയറാണ് തമ്മിൽ അവർ സംസാരിക്കുമ്പോൾ കാര്യം കളിയാക്കുന്ന രീതിയിൽ അത് ശരിയല്ല. അതെ, നമ്മളെപ്പോഴും ഇവിടെ ഒരുപക്ഷെ നമ്മളെ കേരള നിയമസഭയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല കേട്ടോ. വളരെ അപൂർവമായിട്ട് അത്തരം മോശമായ സംസാരം ഉണ്ടാവാറുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനടിയിൽ വന്നിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ താമസിക്കുന്നവരാ, പാർലമെന്റിനകത്തായി പോയി അല്ലായിരുന്നു അയാൾ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചാനെ ഈ അമ്മയെക്കുറിച്ച് അവർ എന്തേലും പറഞ്ഞാൽ അമ്മമാരവിടെ വെച്ചേക്കാണ്. ഇത് പരിഹാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും ജയലളിത ജീവിച്ചിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചെന്നൈയിൽ പോകുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ പോകണം. അപ്പോൾ ഒരു ഇട റോഡിൽ ചെന്നിരിക്കും, മെയിൻ റോഡ് പെട്ടെന്ന് ക്ലോസ് ചെയ്തേക്കാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പെട്ടെന്ന് ഈ കുറെ പ്രാഡോ വണ്ടികൾ ഭയങ്കര സ്പീഡിന് പാഞ്ഞു പോകാൻ ജയലളിതയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പെട്ടെന്ന് ചാടി വെളിയിറങ്ങി അയാൾ മുണ്ട് മടത്തിൽ വെച്ചിട്ട് അയാൾ ഇങ്ങനെ അറ്റൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെ എന്താണെന്ന് വെച്ചാൽ അയാൾ ഞാൻ വളരെ റെസ്പെക്ടോടെ നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവര് ജയലളിത ഒരു അഴിമതി ആരോപണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു ഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരമ്മ തന്നെയാണ്. അതെ, അതുകൊണ്ട് അവരെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് എന്താണ് ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവരുടെ വായിലിരിക്കുന്ന തെറി കേട്ടു എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി കൂടി ഉണ്ടല്ലേ. നടൻ മോഹൻ ശർമ്മ എന്ന് പറയും, പാലക്കാട് തത്തമംഗലം സ്വദേശിയാണ്. നമുക്കെല്ലാം അറിയാം. നെല്ല് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തി, രാമു കാര്യാട്ടിന്റെ നെല്ലിൽ പ്രധാന വേഷത്തിലെത്തി. പിന്നീട് ജീവിക്കാൻ മറന്നുപോയ പ്രയാണം, ചട്ടക്കാരി, കായലും കയറും, ഒരുപാട് രാഗം, എത്രയോ സിനിമകളിൽ അദ്ദേഹം 70കളിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററെ കഴിഞ്ഞ അടുത്ത തലമുറയിൽപ്പെട്ട ആ ഒരു യുവനടന്മാർ. അവസാനം ഈ കുബേരൻ, ദിലീപിന്റെ കുബേരനിലും മായാമോഹിനിയിലും ഒക്കെ അഭിനയിച്ച് ഈ ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിലായിട്ട് മലയാളത്തിൽ അഭിനയിച്ച് അദ്ദേഹം ഇപ്പോഴും സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനുള്ള പ്രത്യേകത മലയാള സിനിമയിൽ ഒരുപക്ഷെ നടൻ രവി മേനോൻ അദ്ദേഹം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളായിരുന്നു. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച അപൂർവം മലയാളി സിനിമ താരം ഒരാളായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ സമകാലികരായിരുന്നു സറീന വഹാബും മറ്റേ മിഥുൻ ചക്രവർത്തി, നമ്മുടെ K. ജോർജ് സാറ്, അതുപോലെ ബാലു മഹേന്ദ്ര, ശൈലേന്ദ്ര സിംഗ് ഗായകൻ, ഇവരെല്ലാം ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ പഠിച്ച. ഓംപുരി ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങിയ എന്ന് വെച്ചാൽ അവര് എല്ലാം പല ബാച്ചുകളാണ്. ആ ഒരു ബാച്ചിൽ പഠിച്ച് ഇറങ്ങിയാണ്. സത്യത്തിൽ ഈ ബാലു മഹേന്ദ്രയും KG ജോർജും ഉള്ളത് കൊണ്ടാണ് ഇയാൾക്ക് നെല്ലിലേക്ക് പെട്ടെന്ന് എൻട്രി കിട്ടിയത്. നെല്ലിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. സത്യത്തിൽ ഇദ്ദേഹം ഒരു ഗായകനാണ്. അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ അടക്കം പാടിയിട്ടുണ്ട്. MD രാമനാഥന്റെ മഹാസംഗീതകാരന്റെ അനന്തരവനാണ്. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹം നിർമ്മിച്ച 2 പടത്തിലാണ് തോന്നുന്നു പാടിയിട്ടുണ്ട്. ബന്ധത്തിലും അതുപോലെ ഇവിടെ തുടങ്ങുന്നതിൽ ആ പാട്ട് ഹിറ്റാണ്. ജോൺസൺ മാഷ അതിന്റെ സംഗീതം. നീ എന്റെ ജീവനാണോ, ജനിച്ചപ്പോഴേ തനിച്ചായി ഞാനൊരു പാട്ടുണ്ട്. നല്ല നല്ല പല പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുമൊക്കെ ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് വലിയൊരു ജീവിതത്തിലെ ഒരു ദിവസായനത്തിൽ അദ്ദേഹം വലിയ ദുർഘടസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മാതൃഭൂമിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗാനതിരുവനൊക്കെ രവിമേനോനാണ് ഫേസ്ബുക്കിലൂടെ ആദ്യം. ഇന്നലെ തന്നെ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നത്തോടെ ആ വാർത്ത വലിയ നേടി. അദ്ദേഹത്തിന് സഹായവുമായി നിരവധി പേർ രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സിനിമ പോലെ തന്നെ ദുരന്ത പര്യവസായി ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെയധികം മിന്നിത്തിളങ്ങിയ ഒരു സ്റ്റാറാണ്. എന്താ ആ ആകാര ഭംഗിയും സൗന്ദര്യവും കഴിവും, ഇത് പോരെങ്കിൽ നല്ല പശ്ചാത്തലവും, ഇതെല്ലാമായിട്ട് വളരെയധികം കാലം മലയാള സിനിമയിൽ, അത് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ലക്ഷ്മിയുടെ രണ്ടാം ഭർത്താവ്. ലക്ഷ്മി ആദ്യം ഒരാളെ വിവാഹം കഴിക്കുന്നു, ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കുന്നു. എനിക്കൊന്ന് ആ ഐശ്വര്യ അദ്ദേഹത്തിന്റെ മകളാണ്. അതിനുശേഷം ഒന്നയാളാണ് ഈ
മോഹൻ അത് കഴിഞ്ഞ് അദ്ദേഹം ലക്ഷ്മി അവർ ജോഡികളായിരുന്നല്ലോ. അവര് ചട്ടക്കാരിയിൽ ജോഡികളായിരുന്നു. ചട്ടക്കാരി, രാഗം, പ്രയാണം, ഇതിലെല്ലാം ജോഡികളായിരുന്നു. അതിനുശേഷം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ഉണ്ട്, അതിൽ ഷീലയാൻ. അതായത് ഒരുപാട് നല്ല ഗാനങ്ങളിൽ അഭിനയിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയ ആളാണ്. അപ്പൊ ഈ വീണപൂവെ, അഷ്ടപതിയിലെ ഗായിക, അതുപോലെ ചട്ടക്കാരിയിലെ ഓ മൈ ജൂലി, നിന്റെ ഗിറ്റാർ, അങ്ങനെ ഒരുപാട് നല്ല ചിത്തിരത്തോണിയിൽ അക്കരെ പോവാ. പിന്നെ നെല്ലിനകത്തെ കാട് കുളിരണം, അതിനകത്തും അദ്ദേഹമുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകളിലൂടെ തന്നെ നമ്മുടെ മുന്നിൽ അത് ഈ ഇവിടെ കാറ്റിന്റെ സുഗന്ധം, മറ്റേ ഗാനത്തിലെ പാട്ടുകളിലെല്ലാം അതിലെല്ലാം വന്ന് നമ്മൾ പ്രയാണത്തിൽ അദ്ദേഹം ഒരു വൃത്തസാധനത്തിലാണ് എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെയധികം തകർന്നുപോയി എന്നും ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം ജീവിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ല. പിന്നെ അദ്ദേഹം വൃത്തസ്ഥാനത്തിലേക്ക് കഴിയാണ്. മാസം 40,000 രൂപയുടെ മരുന്ന് മാത്രം വേണം. അതിന് പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ വൃത്തസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. പക്ഷേ ഈ ചികിത്സക്കുള്ള മരുന്ന് അദ്ദേഹം കണ്ടെത്തണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് വീടുണ്ടായിരുന്ന പോയസ് ഗാർഡനിലാണ്. എന്ന് പറഞ്ഞാൽ ജയലളിതയുടെയും രജനീകാന്തിൻ്റെയൊക്കെ വീടിരിക്കുന്നതിൻ്റെ അടുത്ത് ആ ചെന്നൈയിൽ ഏറ്റവും സമ്പന്നരായ ജീവിക്കുന്ന സ്ഥലത്താണ് അതിൻ്റെ വീടുണ്ടായിരുന്നത്. അത് ഏറ്റവും എന്താ പറയുന്നത്, സാമ്പത്തികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ് പോയസ് ഗാർഡൻ. ഇദ്ദേഹം സിനിമ വിട്ടതിന് ശേഷം ടെക്സ്റ്റൈൽ രംഗത്തായിരുന്നു. അതെ, തുണിയുടെ മാർക്കറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ട്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. ഞാൻ ഇദ്ദേഹത്തെ കണ്ടത് പത്തനംതിട്ടയിൽ വെച്ചാണ്. പത്തനംതിട്ടയിൽ ഒരു പുൽപ്പേൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഈ പുൽപ്പേൽ ടെക്സ്റ്റൈൽസിൽ ഇദ്ദേഹം ഓർഡർ എടുക്കാനും ഇതുമായിട്ട് സംസാരിക്കാനും പുതിയ തുണിത്തരങ്ങൾ കാണിക്കാനും ഒക്കെ ആയിട്ട് ഒരു ദിവസം വന്നു. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും ഒക്കെ കൂടെ തുണി എടുക്കാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ആദ്യം അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് മോഹനല്ലേ നിൽക്കുന്നത്, ഇദ്ദേഹത്തിന് ഇവിടെ ഒരു സാധ്യതയില്ല എന്ന് ചോദിച്ചു. അവിടെ ആ സെയിൽസ്മാനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് നടൻ മോഹൻ അല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ചോദിച്ചു അദ്ദേഹം എന്താ ഇവിടെ, അദ്ദേഹം തുണിക്കച്ചവടത്തിന്. അപ്പോൾ അങ്ങനെ പോയി കണ്ടു. അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. ഗ്ലാമറിന് അപ്പോഴും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സീരിയലിൽ പറഞ്ഞു, തമിഴ് സീരിയലിലും മലയാള സീരിയലിലും ഒക്കെ അദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ ദിലീപിന്റെ പടത്തിലും ഒക്കെ വരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഈ തുണി ബിസിനസ് ഒക്കെ വിട്ടു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പുനർവിവാഹിതനായിരുന്നു ലക്ഷ്മിയെ പിരിഞ്ഞ ശേഷം. അവർക്ക് എന്താ സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതിന് മകനുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം നോക്കാൻ ആരുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നാണ് മോഹനെ കൊണ്ടുപോയി ഈ ഒരു എന്താണ് ഒരു വാർദ്ധക്യകാലത്തിലുള്ള ആളുകളെ പരിചരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്താണെങ്കിലും ഇപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മൾ തന്നെ ഇന്ന് 2 വീഡിയോകൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ സഹായപ്രവാഹം. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ അത്ര പരിചയം അല്ലെങ്കിൽ പോലും പഴയ തലമുറ 70കളിലൊക്കെ മലയാള സിനിമ കണ്ടിരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മോഹൻ നായകനായിരുന്നു. ഒരുപാട് സിനിമകളിലെ നായകനായിട്ട് ആൾ തന്നെയായിരുന്നു അദ്ദേഹം. വളരെ ശ്രദ്ധേയനായ ഒരു നടനായിരുന്നു. അദ്ദേഹം നല്ല അക്കാഡമിക് തലത്തിൽ സിനിമയെ കണ്ടിരുന്ന ഒരാളായിരുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്തു, നിരവധി സിനിമകൾ നിർമ്മിച്ചു, അഭിനയിച്ചു, പാടി, എല്ലാം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഒരു സകലകലാ വല്ലഭൻ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചു പോയത്, താഴ്ന്നു തട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ തിരിച്ചടി ഉണ്ടായത് എവിടെ നിന്നാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും നമ്മൾ ഓരോ മലയാളികളും സത്യം പറഞ്ഞാൽ ഈ അന്നത്തെ സിനിമകൾ കണ്ടിരുന്ന പലർക്കും അല്ലെങ്കിൽ പാട്ടുകൾ ഇന്നും കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അതാണ്. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നലെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ്. ശ്രീജിത്ത് അങ്ങനെ DGP ആയി. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീജിത്ത് DGP ആകുമോ ഇല്ലയോ എന്നൊക്കെ ഒരു അതിശയമൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹത്തിന് ഉത്തരവ് ഇറങ്ങി. രാത്രി അദ്ദേഹത്തെ ജയിൽ DGP ആയി, ഇല്ല ജയിൽ മേധാവിയാക്കി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അജിത് കുമാർ ചെയ്ത കൊണ്ടീ കൂടോത്രങ്ങളൊന്നും ഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഈ ഒരുപാട് കൂടോത്രങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് കുൽസിത പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തി നോക്കി ഇത് തടയാൻ വേണ്ടി. അത് അജിത് കുമാറിന്റെ DGP തസ്തിക അല്ലെ സ്ഥാനം നഷ്ടമായി എന്ന് മാത്രമല്ല, ആർക്ക് കിട്ടരുതെന്ന് അജിത് കുമാർ ആഗ്രഹിച്ചോ അയാൾക്ക് കിട്ടുകയും ചെയ്തു. അതും അതിവേഗത്തിൽ. ഒരാൾക്കല്ല, 2 പേർക്ക് കിട്ടി. ഇപ്പൊ സുരേഷ് രാജ് പുരോഹിതും ഇയാളുമാണ് ഇതിനകത്ത് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇപ്പൊ സുരേഷ് രാജ് പുരോഹിത് ഡെപ്യൂട്ടേഷനിൽ SPGയിലാണ്, കേന്ദ്രത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഡിസംബറിലേക്ക് തിരിച്ചു വരും. പിന്നെ ഒരു വർഷം എങ്ങാണ്ട് അദ്ദേഹത്തിന് സർവീസ്. പക്ഷേ ഇനിയും വരാൻ പോകുന്ന ഒരു ഇത് എന്തിനു വേണ്ടിയെന്നറിയോ, DGP സ്ഥാനത്തേക്ക് ആര് വരും, ക്രമസമാധാന അവർക്കാണല്ലോ ഏറ്റവും ഗ്ലാമർ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആളെന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, നമ്മുടെ മനോജ് എബ്രഹാമിന് കൂടുതൽ കാലൊക്കെ സർവീസും ഉണ്ട്. അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് അദ്ദേഹത്തിനായിരിക്കണം അടുത്തത് ലഭിക്കേണ്ടത്. അടുത്ത ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ട് വരിക അദ്ദേഹമായിരിക്കും. എന്താണെങ്കിലും അജിത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ
സ്വയം കുഴി തോണ്ടി എന്ന് മാത്രമല്ല, അടുത്ത പണിയും പാളി. ആര് ഇതാകരുത് എന്ന് ആഗ്രഹിച്ചോ അയാൾ വരികയും ചെയ്യും. ഇതിനാണ് നമ്മൾ അയ്യപ്പന്റെ കളി എന്നൊക്കെ പറയുന്നത്. ശരിക്കും വലിയ അയ്യപ്പ ഭക്തനാണ് ശ്രീജിത്ത്. അതേ അവിടെ ഇങ്ങനെ കണ്ണു നിറഞ്ഞ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മളെല്ലാം കണ്ടു ശബരിമലയിൽ. അയ്യപ്പ ഭക്തനായതുകൊണ്ട് തന്നെ അയ്യപ്പൻ അദ്ദേഹത്തെ കടാക്ഷിച്ചു എന്ന് പറയാം. അതെ, അയ്യപ്പനിട്ട് ദ്രോഹം ചെയ്ത ആളിന് ഇപ്പുറത്ത് പണിയും കൊടുത്തിട്ടുണ്ട്. അല്ലെ, അയ്യപ്പന്റെ രണ്ടുപേരെയാണ് അജിത് കുമാർ പണിഞ്ഞൊതുക്കാൻ. വിജയനുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് അജിത് കുമാർ പണിഞ്ഞിട്ടുള്ള ആൾക്കാർ എല്ലാം ഇപ്പൊ ഉണർന്നെണീറ്റിട്ടുണ്ട്. ഇന്നലെ 2-3 എക്സൈസ് ഉദ്യോഗസ്ഥർ അവര് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരെ അകാരണമായിട്ട് സസ്പെൻഡ് ചെയ്തു. അതായത് 2 വനിതകളും ഒരു ഇൻസ്പെക്ടറും ഇവര് ഇവിടെ എവിടെയോ ഒരു ബാറിൽ കയറി മദ്യപിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ ഇവരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് വകുപ്പ് തല അന്വേഷണവും ക്യാമറയും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പരിശോധിച്ച് വന്നപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവരെ തിരികെ സർവീസിലെടുത്തു. ഈ കുറ്റകൃത്യം അവരുടെ മേളിൽ നിന്ന് പിൻവലിക്കാൻ പോകുന്നതാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ്, ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചിട്ടുള്ളത് ഇയാൾ തന്നെയാണ്. ഏതായാലും ഇയാള് ഇറങ്ങിയല്ലോ എന്നുള്ള ഒരു ഇത് പറയുന്നത്. എല്ലാ ആൾക്കാരും ഇപ്പം അജിത്തിന് എതിരെ ഒരു സസ്പെൻഷൻ ഓർഡർ വന്നപ്പോൾ, അല്ലെ അജിത്തിനെതിരെ ഒരു വാർത്ത വരുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചാൽ അറിയാം, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ആൾക്കാരും ഇയാളാൽ ദ്രോഹിക്കപ്പെട്ടവരാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഒരുപക്ഷെ ജയറാം പടിക്കലിന് ശേഷം ഏറ്റവും അധികം ജനങ്ങളുടെ വിരോധം സമ്പാദിച്ച IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രീജിത്തിന് എതിരായിട്ടുള്ള മുഴുവൻ അണ്ടർഗ്രൗണ്ട് വർക്കുകളുടെയും പിന്നിൽ ഇയാളായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ജയറാം പടിക്കലിനെ കുറിച്ച് പറയുന്നത് അയാൾക്ക് ഈ ദ്രോഹം ഇല്ലായിരുന്നു എന്നാണ്. ഏത് മറ്റുള്ള സഹപ്രവർത്തകരെ ദ്രോഹിക്കുക, അതല്ലെങ്കിൽ പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും ഇതുപോലത്തെ പരിപാടികൾ നാട്ടുകാരെ മുഴുവൻ കൊണ്ട് ഉപദ്രവിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. അയാളെ ക്രമസമാധാന ചുമതല അന്ന് നെക്സറ്റുകളെ നേടാൻ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത അധികാരം തൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം ശരിക്കും വിളയാടി എന്നുള്ളതാണ് ജയറാം പടിക്കലിൻ്റെ പ്രശ്നം. പിന്നെ എപ്പോഴും ഈ കരനാറിനെ പോലുള്ള ആളുകളോട് അമിത വിധേയത്വം കാണിക്കുകയും ഈ അജിത്തിന് സംഭവിച്ചതിൻ്റെ വേറൊരു രീതിയിലുള്ള അബദ്ധങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. അതാണ് പടിക്കലിന് സംഭവിച്ചത്. ഇതിവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു പരാമർശം ശ്രീജിത്തിനെതിരെ വന്നിരുന്നല്ലോ. ശ്രീജിത്തിനെതിരെ വന്ന പരാമർശം എന്താണ്? ശ്രീജിത്തിനെതിരെ അല്ല പരാമർശം വന്നത്, ചീഫ് സെക്രട്ടറിക്കെതിരെ. ശ്രീജിത്ത് എടുത്ത നടപടിക്രമങ്ങൾക്കെതിരെ ഇയാൾ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പരാതി അന്വേഷിക്കണം. ആ പരാതി അന്വേഷിക്കാനായിട്ട് 2 പേരെയും വിളിച്ചു വരുത്തുന്നു. ഒരേ ദിവസം ഒരേ സമയം 2 പേരെ കൂടെ ഒന്നിച്ചിരുത്തി പരാതി അന്വേഷിക്കാൻ ഒരു നീക്കം ഇവർ നടത്തുന്നു. അതിനെതിരെ ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിന് ഹാജരായില്ല, 2 പേരെ കൂടെ ഒന്നിച്ചിരുത്തി അല്ലല്ലോ ചെയ്യേണ്ടത്, അതെ, അപ്പം ഞാൻ ഹാജരായില്ല എന്ന് പറഞ്ഞ് പോകുന്ന കുറേ ഇവർ എന്താ പറയുന്നത്, തീർപ്പ് കൽപ്പിക്കുന്നു. DGP ഇതിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നു. ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. സംഭവം ഇതാണ്, വിദേശത്ത് അനുവാദം കൂടാതെ പോയി, 1. 2, ആ അനുവാദം കൂടാതെ പോയ വഴിക്ക് അവിടെ ചെന്ന് പോലീസ് യൂണിഫോമിൽ ഒരു കട ഉദ്ഘാടനം ചെയ്തു, ഒരു ആയുർവേദ സ്പാ ഉദ്ഘാടനം ചെയ്തു. ഇത്രയാണ് വന്നത്. അപ്പോൾ എന്താണ് അതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അദ്ദേഹത്തിന് അനുമതിയുടെ ആവശ്യമില്ല. സ്വന്തമായിട്ട് നമ്മൾ ലീവ് എടുത്ത് നമ്മൾ ഇന്നടത്ത് പോകുന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥനെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത് ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രീജിത്ത് ചെയ്ത് അത് അനുമതി തന്നെ വാങ്ങിയിട്ടാണ് പോയത്. അനുമതി DGPയുടെയും മേടിച്ചു, ആഭ്യന്തര സെക്രട്ടറിയുടെയും മേടിച്ചു, എല്ലാം മേടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. പോയി മാത്രമല്ല, അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞ സ്പാ അല്ല, ഒരു ആയുർവേദ ക്ലിനിക്കാണ്. അതിന് സ്പാ എന്ന് പറയാൻ പറ്റില്ല. ആ സ്പാ എന്ന് പറഞ്ഞാൽ അതിനൊരു ദുരർത്ഥം കൊടുത്ത് സ്പാകളെ കുറിച്ചൊക്കെ വലിയ ആരോപണം വരുന്ന കാലഘട്ടം. ഇത് രണ്ടിനും തെളിവ് അദ്ദേഹം ഹാജരാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ്. അവിടെ യൂണിഫോം ഇട്ടല്ല, സാധാരണ വേഷത്തിലാണ് അവിടെ നിന്നത്. പക്ഷേ ഈ മാന്യൻ എന്ത് ചെയ്തു? ഈ പരാതിക്കാരൻ എന്നെ കേൾക്കാതെ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കും. അപ്പോഴാണ് ഹൈക്കോടതി വിമർശിച്ചത്, എങ്ങനെ പരാതിക്കാരനെ ആരോപണ വിധേയനെ ഒന്നിച്ചിരുത്തി നിങ്ങൾക്ക് മൊഴിയെടുക്കാൻ പറ്റും, എന്തുകൊണ്ട് അയാളുടെ ഭാഗം തനിയെ കേട്ടില്ല, അതുകൊണ്ട് ഈ സംഭവം നമ്മൾ റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല ചീഫ് സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ അജിത്തിന്റെ അവസാനത്തെ ഒരു പ്രയോഗങ്ങളിൽ ഒന്നായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം DGP ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നുകിൽ കൂടി ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കാമായിരിക്കും, വേറെ എന്തെങ്കിലും കേസുകൾ കൊണ്ടുവന്ന്. അല്ലാതെ ഇനി തിരിച്ച് ADGP ആക്കാൻ പറ്റത്തില്ല. അത്ര എളുപ്പമാവില്ല. കാരണം ഇനി ഈ സർവീസിലിരിക്കുന്ന സഹായികളെ വിളിച്ചാലൊന്നും സഹായികൾ പേടിച്ചിനി കൂടെ വരും. അല്ല, ഇപ്പൊ ആരും കൂടെ വീണ് കിടക്കുന്നവന്റെ കൂടെ ഇനി ആരും നിൽക്കില്ല, അത് ഉറപ്പാണ്. എത്ര പവറിലിരുന്നവനും താഴെ കിടക്കാനും പിന്നെ ആരും ഇന്നലെ വരെ കൂടെ വന്നവനും തിരിഞ്ഞു നോക്കില്ല. അല്ല, അത് എത്രയോ ശക്തനായിരുന്നു ഇദ്ദേഹം.
ഉൽപ്പത്തി വിശ്വസിച്ചിരുന്ന 2 SI-മാരാണ് കരഞ്ഞും കൊണ്ട് അവർ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് ഇയാളാണ് ഞങ്ങൾ കൊണ്ടെല്ലാം ചെയ്യിച്ചത്. ചെയ്യിച്ചതെന്ന്. ആ മൊഴിയിലാണ് ഇപ്പൊ ഇയാൾ സസ്പെൻഷനിലായി പോയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് പറയും. കൊയ്യും. ഈ പറയുന്ന കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച ഉദ്യോഗസ്ഥർ പോലും അവസാനം കാലം അവരാരും സ്നേഹം കൊണ്ടല്ല കൂടെ നിൽക്കുന്നത്, ഇയാളെ പേടിച്ചിട്ടാണ് കൂടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പല ഇന്നത്തെ വമ്പന്മാർക്കും പറ്റിയ അബദ്ധം ഇതാണ്. ഈ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ സ്നേഹിക്കുകയാണെന്ന് വിചാരിക്കും, ഒരു സ്നേഹവും കാണില്ല. എങ്ങനെയെങ്കിലും ഇവനൊന്ന് തുളഞ്ഞിട്ടിരിക്കും മതിയെന്ന് ചിന്തയായിരിക്കും അവർക്ക് പറഞ്ഞു. എന്തായാലും ADGP ശ്രീജിത്തിന് DGP സ്ഥാനം കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മറുനാടൻ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വളരെയധികം പ്രയത്നിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന്റെ പിന്നിൽ അജിത് കുമാറിന്റെ കരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അജിത് കുമാർ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് ഇരയാണ് മറുനാടൻ കുടുംബം. മറുനാടിന്റെ ചീഫ് എഡിറ്ററും ഇവിടുത്തെ ഓരോ ജീവനക്കാരും ഇതിന്റെ ഇരകളായി മാറിയവരാണ്. അപ്പോൾ ഇയാൾക്കെതിരെ ഒരു പട നയിക്കുക എന്നുള്ളതും ഇയാൾക്കെതിരെ പോരാടുക തുറന്നു കാട്ടുക എന്നുള്ളതും നമ്മുടെ ഒരു ജീവിതവ്രതമായിട്ട് തന്നെ. എസ് ശ്രീജിത്ത് അദ്ദേഹം DGP നമുക്കൊരു സന്തോഷമുള്ള കാര്യത്തിൽ ഒരു കലാകാരനാണെന്നുള്ളതാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇവിടുത്തെ IPS ഉദ്യോഗസ്ഥന്മാരിൽ അങ്ങനെ ഒരു ഗായകനും അദ്ദേഹം ഒരു ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരൻ ആ DGP സ്ഥാനത്തേക്ക് വരുന്നതിൽ നമുക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കനത്ത മഴ നമ്മുടെ ജില്ലകളെല്ലാം ബാധിച്ചിരിക്കുകയാണ്. എല്ലാവരും കരുതലോടുകൂടി ഇരിക്കുക. രാത്രിയിൽ ദയവായി റീൽസ് എടുക്കാൻ പോകാതിരിക്കുക. ഈ വെള്ളപ്പൊക്കം കാണാൻ വയ്ക്കുക. നമ്മളിപ്പോ റാന്നിയിൽ ഒരുത്തന്റെ കണ്ടതേ ഉള്ളൂ. ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നു, നേരെ അവിടെ നിൽക്കുന്ന ഒരു പിന്നെ ഇതേ കയറി സ്റ്റാൻഡേ കയറിയിട്ട് നേരെ ഈ വെള്ളത്തിലോട്ട് തലയെ കുത്തി എന്നിട്ട് തലകുത്തി നടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രസകരമായ പ്രവർത്തനങ്ങൾക്കൊന്നും പോവാതിരിക്കുക. കാരണം ഇനി 2 ദിവസം കഴിഞ്ഞാണ് നമ്മൾ കാണുക. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കാണുക. നാളെ ഞായറാഴ്ചയാണ്, നാളെ ലൂസ് സ്റ്റോക്ക് ഇല്ല. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.